2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. 740 രൂപ രണ്ടെണ്ണത്തിനോ? ആ അതെ ചേട്ടാ, ഈ ലേഡീസിനുള്ള ഐറ്റംസ് ഉണ്ടാ. ഇത് കണ്ടോ, ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ, നല്ല ക്വാളിറ്റി, അഫോർഡബിൾ പ്രൈസ്. നൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. തങ്ങൾ വീട്ടിൽ കൂട്ടുകുടുംബ സമിതി കുടുംബസംഗമം. തങ്ങൾ വീട്ടിൽ കൂട്ടുകുടുംബ സമിതി കുടുംബസംഗമം കുമ്പളങ്ങി കല്ലഞ്ചേരി പർദീസ റിസോർട്ടിൽ കൊച്ചി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയ ഒരു കാലഘട്ടമാണ്. മുമ്പൊക്കെ ഒരു നിറഞ്ഞ കുടുംബമായിരിക്കും. ആ കുടുംബത്തിൽ വല്യമ്മയും ഉമ്മയും അവൻ്റെ ഉമ്മയും ബാപ്പയും അങ്ങനെ എല്ലാം കൂടെ കൂടിയ ഒരു വലിയ തറവാട്ട് മഹിമയുള്ള എല്ലാ കാലങ്ങളും തറവാട്ട് മഹിമയായിരിക്കും. പക്ഷെ അതെല്ലാം ഇന്ന് മാറി ഇന്നൊരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തമ്മിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ആരാണ് ഇയാളെ കാർന്നവർ, ആരാണ് ബന്ധുക്കാർ, ആരാണ് വാപ്പാടെ കുടുംബാംഗങ്ങൾ, ആരാണ് ഉമ്മാടെ കുടുംബാംഗങ്ങൾ എന്നൊന്നും അവർക്ക് യാതൊരു നിശ്ചയവും ഉണ്ടാവില്ല. കാരണം ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് മാറിപ്പോയതുകൊണ്ട് അങ്ങനെ യാതൊരു പരിചയവുമില്ലാതെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇത്രയൊന്നും റോഡിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നില്ല. മുമ്പൊന്നും റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇത്രയും ടെലികമ്മ്യൂണിക്കേഷൻ റോഡുകൾ ഉണ്ടായില്ല. പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ സന്ദർശനങ്ങളും വീടുകളും ബന്ധങ്ങളും സംസാരങ്ങളും സന്ദർശനങ്ങളും ആ കാലഘട്ടത്തിൽ ഇത്രയും സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സമിതി പ്രസിഡന്റ് ടി കെ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വി വൈ നാസർ സ്വാഗതം പറഞ്ഞു. കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ബി സലാം മുഖ്യ പ്രഭാഷണം നടത്തി. കാരണം കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളത്. എൻ്റെ ഒരു കുടുംബ കാട്ടുവളപ്പിൽ എൻ്റെ ബാപ്പായുടെ ഉമ്മാടെയും സ്മാരകമായിട്ട് ഞങ്ങൾ 10 വർഷം മുമ്പ് രൂപീകരിച്ച ഒരു സംഘടനയാണ്. അതിൻ്റെ എല്ലാ വാർഷികത്തിലും സ്ഥിരമായി പങ്കെടുക്കുന്ന 2 പേരാണ് നാസർക്കയും ഷറഫുക്കയും. കാരണം നേരത്തെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഷറഫുക്ക പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ആരാണ് ഒരു പക്ഷേ സ്വന്തം അനുജനായിരിക്കും. സ്വന്തം അനുജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ ആയിരിക്കും, അവരുടെ മക്കളൊക്കെ ആയിരിക്കും. പക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, പേര് പറയാൻ കഴിയുന്നില്ല. എന്താ കാര്യം എന്നറിയോ? പണ്ട് നമ്മൾ തറവാട്ടിൽ എല്ലാവരും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. ആ വ്യവസ്ഥിതിയിൽ നിന്ന് നമ്മൾ മാറി, നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറി. അത് അണുകുടുംബത്തിലേക്ക് മനഃപൂർവ്വം മാറുകയല്ല, മറിച്ച് അത് ചില സാഹചര്യങ്ങളുടെ ഭാഗമായി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറേണ്ടി വരുന്നു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ കുടുംബ കൂട്ടായ്മയിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. എസ് അഷ്റഫ്, വി എ സൈഫുദ്ദീൻ, ഹൈർനിസ കോയ, പി എ കബീർ, ടി കെ ബഷീർ, ടി എച്ച് നാസർ, അമ്മുക്കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.